ഹായ് ഓൾ, എല്ലാവർക്കും SCERT ക്യാപ്സ്യൂൾസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ജീവൻ്റെ ജനിതകം. നിങ്ങൾക്കറിയാം, ഇനി വരാൻ പോകുന്ന ഇപ്പോൾ നമ്മുടെ VFA എക്സാം ആണെങ്കിലും ശരി, LGS എക്സാം ആണെങ്കിലും ശരി, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് SCERT അല്ലേ. SCERT കീറി മുറിച്ച് പഠിച്ച ഒരാൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിൽ വാങ്ങിക്കാനും പറ്റും അല്ലേ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് SCERT. അപ്പോൾ SCERTയിലെ ബയോളജി ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബയോളജി സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ മൊത്തം നമുക്ക് SCERT സയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ സയൻസിലേക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കില്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് SCERT ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ജീവൻ്റെ ജനിതകം. കണ്ടോ, നമുക്ക് ചാപ്റ്ററിലേക്ക് മെല്ലെ പോയി നോക്കാം. തുടക്കത്തിൽ തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ. ഞാനിവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് PSCക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് കുട്ടികൾക്ക് വേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ ആക്ടിവിറ്റികൾ, എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ബോക്സാണ്. കണ്ടോ, അതിൽ ഒരു നൊബേലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2020 രസതന്ത്രത്തിൻ്റെ നൊബേൽ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ നൊബേൽ കൊടുത്തിരിക്കുന്നത്? 2 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇമാനുവൽ കാർപെയിൻ്ററിനും ജെന്നിഫർ എ ഡൗഡ്നയ്ക്കുമാണ് നൊബേൽ കൊടുത്തിരിക്കുന്നത്. 2 പേരുടെ ഫോട്ടോ കണ്ടോ? ഇമാനുവൽ കാർപെയിൻ്ററിനുണ്ട്, ജെന്നിഫറിനുമാണ്. ജെന്നിഫർ എ ഡൗഡ്ന അല്ലേ, ഇമാനുവൽ കാർപെയിൻ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ജെന്നിഫറിനും കൊടുത്തിട്ടുണ്ട്, കാർപെയിൻ്ററിനും കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ജെന്നിഫർ കാർപെയിൻ്റർ കേട്ടോ, ജെന്നിഫർ ഓക്കെ കാർപെയിൻ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2020 കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ബയോളജിക്കല്ല കൊടുത്തിരിക്കുന്നത്, കെമിസ്ട്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് കൊടുത്തിട്ടുണ്ടാവുക അറിയോ? ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് കേട്ടോ. അപ്പോൾ ജീൻ എഡിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ബയോളജിക്കാന്ന് വിചാരിക്കും, പക്ഷേ ബയോളജിക്കല്ല കൊടുത്തിരിക്കുന്നത്. ജീൻ എഡിറ്റിംഗിലെ മേഖലയിലെ സംഭാവനകൾക്ക് കെമിസ്ട്രിക്കാണ് നോബൽ കൊടുത്തിരിക്കുന്നത്, ബയോളജിക്കല്ല കേട്ടോ. ഓക്കെ, ഇവരെന്താ കണ്ടെത്തിയെന്നറിയോ? അതായത് ജീൻ എഡിറ്റിംഗ് പ്രക്രിയയെ സഹായിക്കുന്ന CRISPR-Cas9 എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനാണ് ഇവർക്ക് നൊബേൽ കൊടുത്തിരിക്കുന്നത്. ജീൻ എഡിറ്റിംഗ് പ്രക്രിയയെ സഹായിക്കുന്ന CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതികവിദ്യ കണ്ടെത്തി കേട്ടോ, അതിനാണ് ഇവർക്ക് നൊബേൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതികവിദ്യ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ജനിതക രോഗങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ പോലുള്ള അല്ലെങ്കിൽ ഹിമോഫീലിയ പോലുള്ള ജനിതക രോഗങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ജനിതക രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ടും ക്യാൻസർ ചികിത്സയിലേക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ കാര്യമാണ് ഇത്, ഈ CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം. കാരണം ഇപ്പോൾ എന്തെങ്കിലും ജനിതക തകരാറ് കൊണ്ടാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജനിതക തകരാറ് എന്താണെന്ന് കണ്ടെത്താനും അത് ചികിത്സിക്കാനും ഏത് ടെക്നിക്ക് വഴി പറ്റുന്നുണ്ട്? CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വഴി പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? അതുമാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കും കേട്ടോ. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ടൂൾസ് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്ന ഡൗട്ട് കണ്ടോ, ജീനെ കാണാൻ കൂടി നമുക്ക് കഴിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമുക്കതിന് എഡിറ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ജീനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അവരുടെ DNA കുറിച്ചിട്ടും ജീനുകളെ കുറിച്ചുമുള്ള ആഴത്തുള്ള അറിവ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു ഭാഗമാണ് DNA സ്ഥാനം. കണ്ടോ, DNA എവിടെയാണ് DNA കാണപ്പെടുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നോക്കൂ, എവിടെയാണ് DNA കാണപ്പെടുന്നുണ്ടാവുക? നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ, കോശം അല്ലേ. ഒരു സെല്ലെടുത്ത് കഴിഞ്ഞാൽ ആ സെല്ലിനുള്ളിൽ കോശം ഉണ്ടാവില്ലേ, അല്ല കോശത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവില്ലേ, ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. ആ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമുകൾ ഉണ്ടാവില്ലേ, ആ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? DNA കാണാൻ കഴിയുന്നത്. കോശം ഉണ്ടായിരിക്കും, കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ടായിരിക്കും, ക്രോമസോം ഉണ്ടായിരിക്കും, ക്രോമസോമിനുള്ളിൽ DNA ഉണ്ടായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, കോശം ഉണ്ടായിരിക്കും, കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ന്യൂക്ലിയസിനുള്ള ആരുണ്ടായിരിക്കും? നമ്മുടെ ക്രോമസോമുകൾ ഉണ്ടായിരിക്കും, ആ ക്രോമസോമിൻ്റെ ഉള്ളിലായിരിക്കും DNA ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് DNA ഘടന നോക്കിയാലോ? DNA ഘടന ആദ്യമായി കണ്ടെത്തിയത് നമ്മുടെ ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടിയാണ് കണ്ടെത്തിയത് കേട്ടോ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടിയാണ് DNA ഘടന 1953 ചുറ്റുഗോവണി മാതൃക അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ DNA മാതൃക 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി DNA ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു.
പക്ഷേ അത് അവതരിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിച്ചതായിരിക്കാന്നറിയോ? നമ്മുടെ റോസ്ലിൻ ഫ്രാങ്കലിനും മോറീസ് വിൽക്കീസും. ഈ പേരുകൾ ഓർത്ത് വെക്കണേ. ഏതൊക്കെയാണ്? റോസ്ലിൻ ഫ്രാങ്കലിനും മോറീസ് വിൽക്കീസും. അവർ രണ്ടുപേരും ജനിച്ചിട്ടുണ്ട്. അവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. അപ്പോൾ ആക്ച്വലി അവർ സ്വന്തമായി കണ്ടെത്തിയതല്ല അല്ലേ, ഇവരെ സഹായിച്ചതായിരിക്കാണ് നമ്മുടെ റോസ്ലിൻ ഫ്രാങ്കലിനുണ്ട്, മോറീസ് വിൽക്കീസും ഉണ്ട് കേട്ടോ. അവരാണ് പ്രധാനമായിട്ടും DNA ഘടന കണ്ടെത്താൻ നമ്മുടെ വാട്സനെയും ക്രിക്കിനെയും സഹായിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെക്കണം. റോസ്ലിൻ ഫ്രാങ്കലിൻ എടുത്തൊരു ഫോട്ടോ ഉണ്ട്, ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നിന്നാണ് DNA ഘടന കണ്ടെത്താൻ ആവശ്യമായ നിർണായകമായ വിവരങ്ങൾ കിട്ടിയത് കേട്ടോ. ആരെടുത്ത ഫോട്ടോയായിരുന്നു? റോസ്ലിൻ ഫ്രാങ്കലിൻ എടുത്തൊരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിൽ നിന്നാണ് DNA ഘടന കണ്ടെത്താൻ ആവശ്യമായ നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. ആ ഫോട്ടോയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ 51. എന്തായിരുന്നു ഇവിടെ? ഫോട്ടോ 51 എന്നായിരുന്നു ആ പിക്ചറിൻ്റെ പേര് കേട്ടോ. പക്ഷേ റോസ്ലിൻ ഫ്രാങ്കലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുമായി ബന്ധപ്പെട്ട് നൊബേലൊന്നും കിട്ടിയില്ല. കാരണം 1958 അവരുടെ 37-ാം വയസ്സിൽ അവർ മരണപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ DNA ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയതിനെ ആസ്പദമാക്കി ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും പിന്നെ നമ്മുടെ മോറീസ് വിൽക്കീസിനും കൂടിയിട്ട് 1962 മെഡിസിനുള്ള നൊബേൽ ലഭിച്ചു. ഓർത്ത് വെക്കണം, എന്നവർക്ക് നൊബേൽ കിട്ടിയത് 1962 നൊബേൽ കിട്ടിയത്. എന്തിനുള്ള നൊബേൽ? ഏത് ഫീൽഡിലാണ് കൊടുത്തത്? മെഡിസിനുള്ള നൊബേലായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമായിരുന്നു കണ്ടെത്തിയത്. ഡബിൾ ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ ചുറ്റുകോവണി മാതൃക എന്ന് പറയുന്നു. പിന്നെ ആരുടെ ഫോട്ടോയെ ആസ്പദമാക്കിയ ചെയ്തത്? റോസ്ലിൻ ഫ്രാങ്കലിൻ്റെ ഫോട്ടോ 51 ആസ്പദമാക്കിയാണ് അവർ ചെയ്തത്. നൊബേൽ കിട്ടിയത് ആർക്കൊക്കെയായിരുന്നു? നൊബേൽ കിട്ടിയത് 1962 3 പേർക്കാണ് കിട്ടിയത്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറീസ് വിൽക്കീസിനാണ് കിട്ടിയത്. മെഡിസിനാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമുക്ക് പോയി നോക്കാം. നെക്സ്റ്റിലേക്ക് പോകാനുള്ള ഭാഗമാണ് നമ്മുടെ DNA ഒരു ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. DNA ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ടോ, DNA സ്ട്രക്ചർ കണ്ടോ നിങ്ങൾ? കണ്ടോ 2 ഇഴകളുണ്ട് DNAക്ക് അല്ലേ, 2 ഇഴകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇഴകൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? DNA ഇഴകൾ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അതായത് പ്രധാനമായിട്ടും ഫോസ്ഫേറ്റ് കൊണ്ടും പഞ്ചസാര കൊണ്ടുമാണ് DNA ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2 ഇഴകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആരൊക്കെയാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? ഫോസ്ഫേറ്റ് കൊണ്ടും അതേപോലെ തന്നെ പഞ്ചസാര കൊണ്ടുമാണ് DNA ഇഴകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കറിയാലേ, ഒരു ഗോവണി എന്ന് പറയുമ്പോൾ 2 ഭാഗത്തും പിടുത്തുണ്ടാവും. നമുക്ക് നടന്നു പോകാൻ വേണ്ടി പടികളുണ്ടാവില്ലേ? അതുപോലെ നമ്മുടെ ചുറ്റുകോവണി മാതൃകയായ DNAക്കും എന്തുണ്ട്? പടികളുണ്ട്. ആ പടികൾ നിർമ്മിച്ചിരിക്കുന്നതാണ് നൈട്രജൻ ബേസുകൾ വെച്ചിട്ട് കേട്ടോ. DNA പടികൾ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് നൈട്രജൻ ബേസുകൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. ഏതൊക്കെ നൈട്രജൻ ബേസുകളാണ് DNA ഉണ്ടായിരിക്കുക? ഒന്ന് പറഞ്ഞു നോക്കി നോക്കൂ. DNA ഉണ്ടാകുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയായിരിക്കും? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. നിങ്ങൾ പിക്ചറിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കി നോക്കൂ. ഇവിടുത്തെ ബോണ്ടിങ് കാണുന്നില്ലേ? നോക്കിയേ അഡെനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതേസമയം ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ഏത് ബോണ്ടാണ് കൊടുത്തിരിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ടല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും മുറിക്കാൻ എളുപ്പമുണ്ടാവുന്നത് ഏത് ബോണ്ടായിരിക്കും? നിങ്ങൾ ആലോചിക്കുക. 2 കയർ വെച്ച് കെട്ടിയതാണോ 3 കയർ വെച്ച് കെട്ടിയതാണോ നമുക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക? 3 കയർ വെച്ച് കെട്ടി നമുക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടാവും അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ അഡെനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ എങ്ങനെയായിരിക്കും? ട്രിപ്പിൾ ബോണ്ടായിരിക്കും. അപ്പോൾ അത് മുറിക്കുക എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ പ്രധാനമായും എന്ത് പറഞ്ഞു? DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. 2 പടികളുണ്ട്. ഫോസ്ഫേറ്റും നമ്മുടെ ഷുഗർ മോളിക്യൂളും വെച്ചിട്ടായിരിക്കും അതിൻ്റെ എന്തുണ്ടാവുക? അതിൻ്റെ ഇഴകൾ ഉണ്ടായിരിക്കുക. പടി എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആയിരിക്കും. നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിങ്ങനെയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. അങ്ങനെ ചോദിക്കട്ടെ, ഒരു കുഞ്ഞ് ബോക്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ നമ്മളെ കുഞ്ഞ് ബോക്സിൻ്റെ കാര്യം വെച്ചിരിക്കുന്നത്? എന്താ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കണടാ, DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഒരു DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കും? അതായത് പ്രധാനമായും നമുക്കറിയാം DNA ഷുഗർ എന്ന് പറയുമ്പോൾ എന്താ? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് അല്ലേ. DNA ഷുഗർ എന്ന് പറയുമ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരിക്കും. അപ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ടായിരിക്കും. പിന്നെ നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ആൾക്കാരെ ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ടായിരിക്കും, നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 പേരും കൂടി ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? DNA ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്.
കേട്ടല്ലോ. അപ്പോൾ അവിടെ നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ ആ നൈട്രജൻ ബേസ് എങ്ങനത്തെ ആയിരിക്കും? അതായത് ഒരു ആൽക്കലി സ്വഭാവമുള്ള നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കറിയാം അല്ലേ, അവിടെ എന്തുണ്ട്, നൈട്രജൻ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ആൽക്കലി സ്വഭാവമുള്ള സംയുക്തമാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ, നൈട്രജനുള്ള ഒരു ആൽക്കലി, ഏത് സ്വഭാവമാണ്? ആൽക്കലി സ്വഭാവമുള്ള ഒരു സംയുക്തമാണ് ഇത് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ. ഇനി നമ്മുടെ പഞ്ചസാര ഏതായിരിക്കും? ഡിയോക്സി റൈബോസ് പഞ്ചസാര ആയിരിക്കും. ഡിയോക്സി റൈബോസ് 5 എന്തുണ്ടാവും? കാർബൺ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും. കേട്ടോ, ഫോസ്ഫേറ്റ് എന്തിനാ സഹായിക്കുന്നുണ്ടാവുക? നമുക്കറിയാലേ, ഒരു ന്യൂക്ലിയോയിഡ് കുറേ ന്യൂക്ലിയോയിഡുകൾ ഉണ്ടായിരിക്കും അല്ലേ, മാലമണി പോലെ ഇങ്ങനെ കുറേ ഉണ്ടെന്ന് വയ്ക്കുക. ഈ മാലമണികളൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കണ്ടേ? അതുപോലെ ഇവരൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ ഫോസ്ഫേറ്റ്. കേട്ടോ, ന്യൂക്ലിയോയിഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ സഹായിക്കുന്നതാണ് ഇത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കണം. എന്താ ഞാൻ പറയുന്നത്? ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ ക്രമീകരണത്തിൽ അല്ലെങ്കിൽ രൂപീകരണത്തിന് സഹായിക്കുന്നതാണ് ഫോസ്ഫേറ്റ്. അപ്പോൾ ഫോസ്ഫേറ്റ്, ഡിയോക്സി റൈബോസ് പഞ്ചസാര, നൈട്രജൻ ബേസ്, ഇവർ 3 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ന്യൂക്ലിയോടൈഡ് എന്ന് പറയാൻ പറ്റും. ന്യൂക്ലിയോടൈഡ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ തൊട്ട് താഴെ ഒരു ബോക്സ് കണ്ടോ നിങ്ങൾ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ? നോക്കിയേ. അപ്പോൾ ഡി എൻ എയിൽ ഇഴകളുടെ എണ്ണം എത്രയാ? 2 ഇഴകളായിരിക്കും ഡി എൻ എയിൽ ഉണ്ടായിരിക്കുക. ഇനി ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെയാ? ഡി എൻ എയിൽ ഏതൊക്കെ തന്മാത്രകൾ കൊണ്ടാണ് ഡി എൻ എയുടെ ഇഴകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക? ഇഴകൾ നൈട്രജൻ ഉണ്ടായിരിക്കും, നമ്മുടെ ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഏതായിരിക്കും? ഷുഗർ ഉണ്ടായിരിക്കും. ഇഴകൾ എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ഷുഗർ ഉണ്ടായിരിക്കും. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതാ? പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതാണ്? അത് നൈട്രജൻ ബേസ് ആയിരിക്കും. ഇനി അങ്ങനെ വെച്ചാൽ പറയൂ, വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? അഡിനിൻ ഉണ്ടായിരിക്കും, തൈമിൻ ഉണ്ടായിരിക്കും, ഗ്വാൻ ഉണ്ടായിരിക്കും, സൈറ്റോസിൻ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയേ, പടികൾ രൂപപ്പെടുന്ന വിധം എങ്ങനെയാണ്? അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും അല്ലേ. ഗ്വാനും സൈറ്റോസിനും തമ്മിൽ എങ്ങനെയായിരിക്കും? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. കേട്ടോ, ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. പിന്നെ ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഏതൊക്കെയായിരിക്കും? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവുക? പഞ്ചസാര, ഡിയോക്സി റൈബോസ് പഞ്ചസാര ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ഷുഗർ, ഡിയോക്സി റൈബോസ് പഞ്ചസാര ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ നൈട്രജൻ ബേസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കണ്ടോ നിങ്ങൾ കുഞ്ഞു ബോക്സ്? ഡി എൻ എയുടെ വലിപ്പം. ഡി എൻ എക്ക് എത്ര വലിപ്പം ഉണ്ടായിരിക്കും? നോക്കി. അതായത് നമുക്കറിയാലേ, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ എന്തുണ്ട്? സെല്ലുകളുണ്ട് അല്ലേ, കോശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിലെല്ലാം എന്തുണ്ട്? ക്രോമസോം ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കണേ, ഓരോ ക്രോമസോമിലെയും ഡി എൻ എക്ക് ഏകദേശം നമ്മുടെ ഓരോരുത്തരുടെയും ക്രോമസോമിലെ ഡി എൻ എക്ക് എന്തുണ്ട്? 2 ഇഞ്ച് വലിപ്പമുണ്ട്. അതായത് 5 സെൻറ്റിമീറ്ററോളം അല്ലെങ്കിൽ 2 ഇഞ്ച് വലിപ്പമുണ്ട് കേട്ടോ. ഓരോ ക്രോമസോമിലെയും ഡി എൻ എക്ക് ഏകദേശം 2 ഇഞ്ച് വലിപ്പമാണുള്ളത്. നമുക്ക് ഒരു ക്രോമസോമാണുള്ളത്? അല്ല. നമുക്ക് എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 ഇഞ്ചിൽ നിൽക്കുമോ? ഇല്ല. അപ്പോൾ അതെന്തായി മാറി? 2 മീറ്ററായിട്ട് മാറും. അല്ലെങ്കിൽ എത്ര ആവും? 6 അടിയോളം നീളം വരും. ഇപ്പോൾ ഒരു ക്രോമസോം എടുക്കുക വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോംസ് ഇല്ലേ? 46 ക്രോമസോം എന്ന് പറയുമ്പോൾ എത്രയായി മാറി? അത് 2 മീറ്റർ ആവും അല്ലേ. 2 ഇഞ്ച് എന്തായി മാറും? 2 മീറ്ററായി മാറും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് എത്രയാണെന്ന് പറയാൻ പറ്റും? 6 അടിയോളം നീളം വരും, 6 അടിയോളം വരും അല്ലേ. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളില്ലേ? ഇല്ലടാ, ട്രില്യൺ കണക്കിന് കോശങ്ങളില്ലേ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ കോശങ്ങളിലെയും ഡി എൻ എ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം വരും? 67 ബില്യൺ വരും. 67 ബില്യൺ വരും കേട്ടോ. 67 ബില്യൺ മൈൽ വരും. BM എന്ന് ഓർത്ത് വയ്ക്കണേ. 67 ബില്യൺ മൈൽ വരും. എല്ലാ കോശങ്ങളെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 67 ബില്യൺ മൈൽ വരും കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടല്ലേ, കുട്ടിക്ക് ഭയങ്കര സംശയമല്ലേ. കുട്ടി ചോദിക്കുന്ന നോക്കിയേ, ഇത്രയും വലിയ ഡി എൻ എനെ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു ക്രോമസോമുകളുള്ളിൽ ചെയ്യാൻ പറ്റുക അല്ലേ? എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? നമുക്ക് നോക്കിയാലോ. എങ്ങനെയാണ് ഇത്ര വലിയ ഡി എൻ എനെ നമ്മുടെ കുഞ്ഞു ക്രോമസോംസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കതിൻ്റെ സ്ട്രക്ചറിലോട്ട് പോയിട്ട് പഠിക്കാം. നോക്കാം. നോക്കിയടാ, ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? ഇതിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ ഡി എൻ എയിൽ എന്തുണ്ട്? ഒരു ബോക്സ് കണ്ടോ? ഇമ്പോർട്ടൻ്റ്. നമ്മുടെ PSCക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം SCRTയിലെ ബോക്സുകൾ കേട്ടോ. നിർബന്ധമായി പഠിക്കണേ. PSCയുടെ ഒരു എന്താ പറയുക, ഇഷ്ട ഏരിയയായി മാറിയിട്ടുണ്ട് ടേബിളുകൾ. ഓക്കെ. അപ്പോൾ നോക്കി നമുക്ക് ഡി എൻ എയിൽ ഹിസ്റ്റോൺ എന്ന് പറയുന്ന വേറൊരു പ്രോട്ടീനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡി എൻ എയും ഹിസ്റ്റോണും കൂടി ചേർന്നിട്ടാണ് ആരായി ഫോം ചെയ്യുന്നത്? നമ്മുടെ ക്രോമസോമുകളായിട്ട് മാറുന്നത് കേട്ടോ. ക്രോമസോമിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഡി എൻ എ ഉണ്ട്, പിന്നെ ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ഉണ്ട് കേട്ടോ. ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീന് 1 അല്ല 8 പേരുണ്ട്. അപ്പോൾ ക്രോമസോം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? DNA പ്ലസ് ഹിസ്റ്റോൺ എന്ന് വരണം.
ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എത്ര ഹിസ്റ്റോൺ ഉണ്ട്? 8 ഹിസ്റ്റോണുകളുണ്ട് കേട്ടോ. ഈ 8 ഹിസ്റ്റോണുകൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹിസ്റ്റോൺ ഒക്ടമർ ഫോം ചെയ്യും. ഹിസ്റ്റോൺ ഒക്ടമർ ഫോം ചെയ്യും. ഈ അപ്പോൾ 8 പേരുണ്ടല്ലോ, അപ്പോൾ ഒക്ടമർ ആണല്ലോ. ഹിസ്റ്റോൺ ഒക്ടമർ ഫോം ചെയ്യും. ഈ ഒക്ടമറിനെ DNA ഇഴകൾ എന്ത് ചെയ്യും? വലയം ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നൊരു ഘടന ഉണ്ടാവുന്നത്. അപ്പോൾ ഓർത്ത് വെക്കണം, ഒരു DNA എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്രോമസോം എന്ന് പറയുമ്പോൾ ആ ക്രോമസോമിൽ DNA ഉണ്ട്, ഹിസ്റ്റോണും ഉണ്ട്. 8 ഹിസ്റ്റോൺ ചേർന്ന് ആര് ഫോം ചെയ്യുന്നുണ്ട്? ഹിസ്റ്റോൺ ഒക്ടമർ ഫോം ചെയ്യുന്നുണ്ട്. ആ ഹിസ്റ്റോൺ ഒക്ടമറിനെ DNA ഇഴകൾ വലയം ചെയ്തിട്ടാണ് ന്യൂക്ലിയോസോം ഫോം ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ന്യൂക്ലിയോസോമാണോ ഉണ്ടാവുക? അല്ല, ഇങ്ങനെ പല 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 ന്യൂക്ലിയോസോമുകൾ ചേർത്ത് ചുരുളുകളാക്കിയും അങ്ങനെ വലിയ ഘടനകളൊക്കെ ആക്കിയിട്ടാണ് ആര് മാറുന്നത്? ക്രോമസോമുകൾ ഉണ്ടാവുന്നത് കേട്ടോ. ഒരു ന്യൂക്ലിയോസോം മാത്രമല്ല, ബാക്കി ന്യൂക്ലിയോസോമുകളെല്ലാം എന്ത് ചെയ്യും? ചുരുളുകളാക്കി മാറ്റി ആര് ഫോം ചെയ്യും? ക്രോമസോമുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പോയിനോട് പഠിക്കാണ്ട്, ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡുകൾ. കണ്ടോ, നമുക്ക് പിക്ചറിലേക്ക് പോയി നോക്കാം. കണ്ടോ, ന്യൂക്ലിയോസോം ഉണ്ട്, ഹിസ്റ്റോൺ ഒക്ടോമർ ഉണ്ട്, DNA ഇഴകൾ വലയം ചെയ്തു ന്യൂക്ലിയോസോമായി മാറി. പല പല ന്യൂക്ലിയോസോമുകൾ കൂടി ചേർന്ന് ആരായി മാറി? നമ്മുടെ ക്രോമസോമുകൾ ഉണ്ടായി. കണ്ടോ. ക്രോമാറ്റിഡ് നോക്കി. എന്താ ക്രോമാറ്റിഡ് എന്ന് പറയുമ്പോൾ? ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ, കണ്ടോ സെൻട്രോമിയർ, ആ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രോമാറ്റിഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. മനുഷ്യരിലെ ക്രോമസോമുകൾ. നമ്മുടെ മനുഷ്യന്മാരിലെ 2 ടൈപ്പ് ക്രോമസോമുകളുണ്ട്. ഏതൊക്കെയാണത്? സ്വരൂപ ക്രോമസോമുകളുണ്ട്, ലിംഗനിർണയ ക്രോമസോമുകളുണ്ട് കേട്ടോ. സ്വരൂപ ക്രോമസോമുകളുണ്ട്, ലിംഗനിർണയ ക്രോമസോമുകളുണ്ട്. ഇനി എന്താ സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സാധാരണ അപ്പിയറൻസിലെ നമ്മുടെ ശാരീരിക സവിശേഷതകളൊക്കെ ഉണ്ടാവില്ലേ, ആ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളെ വിളിക്കുന്ന പേരാണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. എത്ര ക്രോമസോം ഉണ്ടെന്നറിയോ? 22 ജോഡിയാണ് സ്വരൂപ ക്രോമസോംസ് ഉണ്ടായിരിക്കുക കേട്ടോ. മൊത്തം 23 ജോഡിയാണല്ലോ നമ്മുടെ ക്രോമസോംസ്. അതിൽ 22 പേരും എന്തായിരിക്കും? സ്വരൂപ ക്രോമസോമുകളായിരിക്കും ഉണ്ടാവുക അല്ലേ. അതായത് അപ്പോൾ എന്തായാലും സമരൂപം എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാലോ, സമരൂപം അല്ലേ, ഒരേപോലെ ഉള്ളത് അല്ലേ, ഒരേപോലെ എന്നല്ലേ. അപ്പോൾ ഒരേപോലെ 2 ക്രോമസോമുകൾ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സമരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കാൻ പറ്റും. എന്താ വിളിക്കുക? സമരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കാൻ പറ്റും. ഈ സമരൂപം എന്ന് പറയുമ്പോൾ ഒരേപോലെ 2 പേരായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പിക്ചർ നോക്കി നോക്കി കണ്ടോ, ഒരേപോലെ. ഇപ്പോൾ 1 നോക്കി നോക്കി, 2 ഒരേപോലെ, 2 ഒരേപോലെ, 3 ഒരുപോലെ, കണ്ടോ. അപ്പോൾ ഒരേപോലെ ക്രോമസോമുകൾ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സമരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കാൻ പറ്റും. ഇതിൽ 1 പിതാവിൽ നിന്നും 1 മാതാവിൽ നിന്നും കിട്ടിയതായിരിക്കും, 1 അച്ഛനിൽ നിന്നും 1 അമ്മയിൽ നിന്നും കിട്ടിയതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശാരീരികമായ പുറത്തെ കാര്യങ്ങൾ അല്ലേ, ശാരീരികമായ സവിശേഷതകൾ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് എന്ത്? സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. അതിൽ സമരൂപം എന്ന് പറയുമ്പോൾ ഒരേപോലെ ആയിരിക്കും, 1 പിതാവിൽ നിന്നും 1 മാതാവിൽ നിന്നും കിട്ടിയതായിരിക്കും. അങ്ങനെയാച്ചാലേ നമ്മുടെ ലിംഗനിർണ്ണയത്തിന് കാരണമാകുന്ന ക്രോമസോം ഏതാ അറിയോ നിങ്ങൾക്ക്? അതാണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ കേട്ടോ. നമ്മുടെ ലിംഗനിർണ്ണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. എക്സ് ക്രോമസോമും ഉണ്ടായിരിക്കും, വൈ ക്രോമസോമും ഉണ്ടായിരിക്കും. എക്സും ഉണ്ടായിരിക്കും, വൈയും ഉണ്ടായിരിക്കും അല്ലേ, നമുക്കറിയാം അല്ലേ. അതിൽ ചെറുതാരാന്നറിയോ? ചെറുത് വൈ ക്രോമസോമാണ് കേട്ടോ. വൈ ക്രോമസോമാണ് ചെറുത് എന്ന് പറയുന്നത്. അത് മാത്രമല്ല എക്സും ആണെങ്കിൽ കുട്ടി എന്തായി? പെൺകുട്ടിയായി. എക്സും വൈയും ആണെങ്കിൽ കുട്ടി എന്തായി? ആൺകുട്ടിയായിട്ട് മാറി അല്ലേ. അപ്പോൾ ഈ വൈ ക്രോമസോമിലെ ഒരു ജീൻ ഉണ്ട്, ആ ജീൻ്റെ പേരാണ് SRY ജീൻ കേട്ടോ. വൈ ക്രോമസോമിലെ ജീൻ്റെ പേരാണ് SRY ജീൻ. ഈ ജീനാണ് ഭ്രൂണത്തിലെ വൃഷ്ണങ്ങളുടെ വികാസത്തിന് സഹായിക്കുന്നത്. വൈ ക്രോമസോമിലെ SRY ജീനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. നെക്സ്റ്റിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു കാര്യം പറഞ്ഞ ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ടേബിൾ ഒന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ? മനുഷ്യരിലെ ക്രോമസോമുകൾ നമുക്ക് പൂരിപ്പിച്ച് നോക്കിയാലോ? എന്നാൽ നിങ്ങൾ പറയൂ, സ്ത്രീയിലെ ജനിതഘടന എങ്ങനെയായിരിക്കും? 44 + XX. പുരുഷൻ്റെ ആയപ്പോഴോ 44 + XY ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇനിയിപ്പോൾ സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി ആകെ എത്ര ക്രോമസോംസ് ആണ് ഉണ്ടാവുക? 46 ക്രോമസോംസ് ആയിരിക്കും അല്ലേ. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആകെ ക്രോമസോമുകൾ എണ്ണം എത്രയായിരിക്കും? 46 ആയിരിക്കും. അങ്ങനെ വെച്ചാലേ അവിടുത്തെ ജോഡി എത്രയാണ് നമുക്ക് പറയാൻ പറ്റുക? 23 ജോഡി അല്ലെങ്കിൽ 46 എണ്ണം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾ പറയൂ, സ്ത്രീയിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയായിരിക്കും? പറയൂ. സ്ത്രീയിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയായിരിക്കും? അത് 44 ആയിരിക്കും അല്ലേ. 2 പേരെന്താണ്? ലിംഗനിർണ്ണയ ക്രോമസോമുകളാണ് കേട്ടോ. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരി സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44 ആയിരിക്കും. ലിംഗനിർണ്ണയ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണം ആയിരിക്കും.
അപ്പോൾ നമുക്കറിയാം അല്ലേ, എല്ലാവരും ഒരുപോലെയാണോ ജനിക്കുന്നത്? അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ജനിതക തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ അസുഖങ്ങൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നോക്കിയാലോ, ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നതാണ് ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ? അതായത് നമുക്കറിയാം സാധാരണ ഉണ്ടാകുന്ന കണ്ടീഷൻ 44+XX ആണെങ്കിൽ അത് സ്ത്രീ, 44+XY ആണെങ്കിൽ അത് പുരുഷനായിരിക്കും അല്ലേ. എന്നാൽ ഇവരുടെ ടർണർ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിൽ അത്തരത്തിലുണ്ടാകുന്ന സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും? ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 44+X0 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്തരത്തിലുള്ള സ്ത്രീകളെ വിളിക്കുന്ന അത്തരത്തിലുള്ള സ്ത്രീകളുണ്ടാകുന്ന അസുഖമാണ് ഇത് ടർണർ സിൻഡ്രോം കേട്ടോ. ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകളാണ് എന്ത്? 44+X0. അത് നമുക്ക് എന്ത് വിളിക്കാം? ടർണർ സിൻഡ്രോം എന്ന് വിളിക്കാൻ പറ്റും. ഇനി ചില കേസുകളിലോ ചില സ്ത്രീകളിൽ എന്ത് ചെയ്യും? നമുക്ക് സാധാരണ സ്ത്രീകൾക്ക് എത്ര ക്രോമസോമേ ഉണ്ടായിരിക്കുള്ളൂ? 2 ക്രോമസോമേ ഉണ്ടാവുള്ളൂ അല്ലേ. ചില സ്ത്രീകളിൽ 2ൻ്റെ പകരം 3 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് പറയാൻ പറ്റും? 44+XX അല്ലേ, 44+XX നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. 3 എക്സ് ക്രോമസോമുള്ള സ്ത്രീകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? XXX സിൻഡ്രോം എന്ന് പറയാൻ പറ്റും. ഇനി ചില പുരുഷന്മാരിലെ XY എന്ന് പറയുന്ന കണ്ടീഷന് പകരം എന്തുണ്ടാവും? 2Xഉം ഒരു Yയും ഉണ്ടായി മാറും കേട്ടോ. 2X സാധാരണ എന്താ? 44+XY ആണ് പുരുഷന്മാരിൽ ഉണ്ടാവുക അല്ലേ. പക്ഷേ അങ്ങനെയാണ് ചില കേസുകളിൽ 44+XYക്ക് പകരം XY ആയിട്ടുണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് എന്ത് വിളിക്കാം? ക്ലീൻഫിൽട്ടർ സിൻഡ്രോം എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി ചില കേസുകളിൽ പുരുഷന്മാരിൽ തന്നെ XYക്ക് പകരം XYY അല്ലേ, 2Y വരും അല്ലേ, 2Y വരും. അപ്പോൾ എന്താ വരിക? അവരെ വിളിക്കാൻ പേരെന്താ? XYY സിൻഡ്രോം എന്ന് വിളിക്കാം കേട്ടോ. ഒരു എക്സും 2Yയും YY. അപ്പോൾ എന്ത് വിളിക്കാം? അവരെ XYY സിൻഡ്രോം എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവർ എന്തൊക്കെയായിരിക്കും ഇവർ ലക്ഷണങ്ങൾ കാണിക്കുക? ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? അതായത് ഇവർ ഇത്തരത്തിലെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനിതക ഘടനയുള്ള വ്യക്തികളിലെ ലിംഗനിർണ്ണയം നടത്തുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് സങ്കീർണമായൊരു പ്രോസസ്സായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ടർണർ സിൻഡ്രോം ഉണ്ടല്ലോ, ആ ടർണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യും? അവർക്ക് സ്ത്രീ ലൈംഗികമായിട്ടുള്ള എല്ലാ അവയവങ്ങളും ഉണ്ടാവും. പക്ഷേ അവരിൽ എന്തുണ്ടാവില്ല? കൗമാര ആരംഭത്തിൽ കാണപ്പെടുന്ന സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങളൊന്നും തന്നെ വികസിക്കുകയുണ്ടാവില്ല കേട്ടല്ലോ. ഇനി ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആണെങ്കിലോ അവർക്ക് എന്താണ്? പുരുഷ ലൈംഗിക അവയവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ എന്ത് ചെയ്യും? അവർ കാണിക്കും കേട്ടോ. അവർക്ക് പുരുഷന്മാരിൽ ലൈംഗിക അവയവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ സ്ത്രീലിംഗ ലക്ഷണങ്ങളും കൂടെ കാണിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമുക്ക് പോയി നോക്കിയേക്കാം. ജീൻ നമുക്ക് പോയാലോ? ജീനിലേക്ക് പോയാലോ നമുക്ക്? എന്താണ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീൻ അറിയോ നിങ്ങൾക്ക്? എന്താണ്? ന്യൂക്ലിയോടൈഡുകളിലെ ശ്രേണിയാണ് അല്ലേ, ഒരു അറേഞ്ച്മെൻറ്റാണ് ജീൻ എന്ന് വിളിക്കുന്നത്. DNA ന്യൂക്ലിയോടൈഡുകളിലെ ശ്രേണിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയെ വിളിക്കുന്ന പേരാണ് ജീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താ ജീനുകളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ജീനുകൾ കേട്ടോ. നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ജീനുകൾ എന്ന് പറയുന്നത്. ഈ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും പ്രോട്ടീനുകളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും പ്രോട്ടീനുകൾ ഉണ്ടാക്കുക. ഈ പ്രോട്ടീനുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും അതുപോലെ തന്നെ മെറ്റബോളിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പ്രോട്ടീനുകൾ ഉണ്ടാക്കുക. ആ പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും അതേപോലെ തന്നെ മെറ്റബോളിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് RNAയിലേക്ക് പോയാലോ? എന്താ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNAയുടെ ഫുൾ ഫോം എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ, RNAയും DNA പോലെ ഒരു ന്യൂക്ലിക് ആസിഡ് അല്ലേ? അതെ, RNAയും DNA പോലെ തന്നെ എന്താണ്? ഒരു ന്യൂക്ലിക് ആസിഡാണ്. അപ്പോൾ RNA ഇതിനെ സഹായിക്കുന്നുണ്ടാവുക, അതായത് പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNAയ്ക്കും ഒരു പ്രധാന പങ്കുണ്ട് കേട്ടോ. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNAയ്ക്കും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ RNA ഉണ്ടല്ലോ ന്യൂക്ലിയോടൈഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. RNAയും ന്യൂക്ലിയോടൈഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? അങ്ങനെ വെച്ചാൽ നിങ്ങൾ പറഞ്ഞു നോക്കി നോക്കൂ. RNAയുടെ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മൾ നേരത്തെ DNAയുടെ ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയായിരുന്നു DNAയുടെ ന്യൂക്ലിയോടൈഡിൽ ഉണ്ടായിരുന്നത്? ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ടായിരുന്നു, നൈട്രജൻ ബേസ് ഉണ്ടായിരുന്നു, ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചാൽ RNAയുടെ ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാവുക? റൈബോ ഷുഗർ ഉണ്ടായിരിക്കും. അടുത്ത ഡിയോക്സി റൈബോ ഷുഗർ അല്ലേ ഉണ്ടായിരുന്നത്? അപ്പോൾ RNA ആകുമ്പോൾ ആരുണ്ടാവുക? റൈബോസ് ഷുഗർ ഉണ്ടായിരിക്കും, നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വെച്ചാൽ RNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയായിരിക്കും? അവിടെ നമ്മുടെ തൈമിൻ ഉണ്ടാവില്ല. തൈമിന് പകരം ആരായിരിക്കും ഉണ്ടാവുക? യുറാസിലായിരിക്കും ഉണ്ടാവുക.
ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. ആരായിരിക്കും ഉണ്ടാവുക? യുറാസിലായിരിക്കും ഉണ്ടാവുക കേട്ടോ, യുറാസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അഡിനിൻ ഉണ്ടായിരിക്കും, ഗ്വാനിൻ ഉണ്ടായിരിക്കും, സൈറ്റോസിൻ ഉണ്ടായിരിക്കും, യുറാസിൽ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഉണ്ടായിരിക്കും, യുറാസിൽ ഉണ്ടായിരിക്കും. തൈമിൻ RNA ഉണ്ടാവില്ല, തൈമിൻ RNA ഉണ്ടാവില്ല. കേട്ടല്ലോ. ഇനി RNAകൾ എപ്പോഴും ഒരിഴ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. DNA പോലെയല്ല, RNA എപ്പോഴും എങ്ങനെയാണ്? ഒരിഴ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ടേബിൾ കണ്ടോ, നമുക്ക് പൂരിപ്പിച്ച് നോക്കിയാലോ. DNAയിലെ ഇഴകളുടെ എണ്ണം 2, RNAയിലെ ഇഴകളുടെ എണ്ണം 1. DNAയിലെ പഞ്ചസാര തന്മാത്രയുടെ തരം ഏത്? DNAയിലെ പഞ്ചസാര ഏതായിരിക്കും? ഡിയോക്സി റൈബോസ് പഞ്ചസാരയായിരിക്കും. ഇനി RNAയിലെ പഞ്ചസാര ഏതായിരിക്കും? RNAയിലെ പഞ്ചസാര റൈബോസ് പഞ്ചസാരയായിരിക്കും. ഇനി DNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയായിരിക്കും? DNAയിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ അങ്ങനെ വെച്ചാൽ RNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയായിരിക്കും? RNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയായിരിക്കും? അത് അഡിനിൻ ഉണ്ടായിരിക്കും, ഗ്വാനിൻ ഉണ്ടായിരിക്കും, സൈറ്റോസിൻ ഉണ്ടായിരിക്കും, യുറാസിൽ ഉണ്ടായിരിക്കും. തൈമിൻ ഉണ്ടാവില്ല, തൈമിൻ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഭാഗമാണ് പ്രോട്ടീൻ നിർമ്മാണം. പ്രോട്ടീൻ നിർമ്മാണം. അപ്പോൾ എന്താണ് പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് അല്ലേ. പ്രധാനമായിട്ടും നമ്മൾ SCERT-ൽ കൊടുത്തിരിക്കുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തിന് 2 ഘട്ടങ്ങളായിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക. ഏതൊക്കെയായിരിക്കും അത്? ഒന്നാമത്തെ ഘട്ടത്തിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടാമത്തെ ഘട്ടത്തിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ കേട്ടോ. അതായത് നമുക്ക് നോക്കി നോക്കാം. ട്രാൻസ്ക്രിപ്ഷനുണ്ട്, ട്രാൻസ്ലേഷനുണ്ട് കേട്ടോ. അതായത് DNAയിൽ നിന്നും mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNAയിൽ നിന്നും mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി mRNA നിന്നും പ്രോട്ടീൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ പ്രോസസ്സിനെ എന്ത് വിളിക്കാൻ പറ്റും? ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. DNAയിൽ നിന്നും mRNA ആണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ, mRNA നിന്നും പ്രോട്ടീൻ ആണെങ്കിൽ ട്രാൻസ്ലേഷൻ. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. കണ്ടോ നിങ്ങൾ നോക്കി നോക്കൂ. ഇതിൽ DNAയിൽ നിന്നും mRNA ഉണ്ടാവും. mRNA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? mRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സഞ്ചർ RNA ആണ് കേട്ടോ. മെസ്സഞ്ചർ RNA. അതായത് നമുക്ക് എന്തൊക്കെ പ്രോട്ടീൻസ് ഉണ്ടാക്കണം, ആ പ്രോട്ടീൻസിൻ്റെ ഘടന എങ്ങനെയാവണം, ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണം, അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടിയുള്ള എല്ലാ സന്ദേശങ്ങളും അല്ലെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളുള്ള RNA ആണ് ഇത് mRNA എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും? മെസ്സഞ്ചർ RNA എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള എല്ലാ സന്ദേശങ്ങളും അടങ്ങിയിരിക്കുന്ന ആളാണ് ഇത് മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് നമ്മുടെ DNAയിലെ ഓരോരോ ന്യൂക്ലിയോയിഡുകളില്ലേ, DNAയിലെ ഓരോരോ ന്യൂക്ലിയോയിഡുകളില്ലേ, ആ DNAയിലെ ന്യൂക്ലിയോയിഡുകളുടെ ശ്രേണിയിൽ നിന്ന് എന്ത് സംഭവിക്കും? പല 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 എൻസൈമുകളുടെ സഹായത്താൽ DNAയിലെ ന്യൂക്ലിയോയിഡുകൾ എന്തായി മാറുകയാണ്? mRNA ആയിട്ട് മാറും കേട്ടോ. DNAയിലെ ന്യൂക്ലിയോയിഡുകൾ എന്തായി മാറി? പല പല എൻസൈമുകളുടെ സഹായത്താൽ അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നുണ്ട്? mRNA ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്താണ്? ട്രാൻസ്ലേഷൻ സമയത്ത് എന്താ സംഭവിക്കുന്നുണ്ടാവുക? അപ്പോൾ ഈ mRNA ഉണ്ടായിട്ടില്ലേ, ഈ mRNA മെസ്സഞ്ചർ RNA ആണല്ലേ, അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ നമ്മുടെ mRNAത്തെ നിർദ്ദേശം അനുസരിച്ചിട്ട് tRNA എന്ന് പറയുന്ന ഒരാളെ കാണാണ്ട് അവിടെ. tRNA കണ്ടോ, ട്രാൻസ്ഫർ RNA ആണ്. ഇവരെന്ത് ചെയ്യും? അവിടെ പോയിട്ട് നമ്മുടെ ആരെ കൊണ്ടുവരും? അമിനോ ആസിഡുകളെ കൊണ്ടുവരും. നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ പറയില്ലേ, അത് എടുത്തിട്ട് വാ, ഇത് എടുത്തിട്ട് വാ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ പോയിട്ട് ഓരോന്നോരോന്ന് എടുത്ത് കൊണ്ടുവരില്ലേ. അതേപോലെ ഇവിടെ പ്രോട്ടീൻ ഉണ്ടാക്കണം. ആ പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആരെ ആവശ്യമുണ്ട്? അമിനോ ആസിഡിന് ആവശ്യമുണ്ട്. അപ്പോൾ അവരെ അമിനോ ആസിഡിനെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു RNA ആണ് ഇത് tRNA കേട്ടോ. ട്രാൻസ്ഫർ RNA എന്നാണ് പറയുക. tRNA എന്താ വിളിക്കുക? ട്രാൻസ്ഫർ RNA എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ tRNA എന്ത് ചെയ്യും? അമിനോ ആസിഡുകളെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ആ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? mRNA ആയിരിക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ mRNA നിർദ്ദേശത്തിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നുണ്ട്? tRNA പോയിട്ട് എന്ത് ചെയ്യും? ഓരോരോ അമിനോ ആസിഡുകളെ എന്ത് ചെയ്യും? ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഇതൊക്കെ എവിടെ നടക്കുന്നുണ്ടാവുക? റൈബോസോമിലാണ് നടക്കുന്നുണ്ടാവുക കേട്ടോ. റൈബോസോമിലാണ് നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ ആരും കൂടിയുണ്ട്? റൈബോസോമൽ RNA ഉണ്ട്. റൈബോസോമൽ RNA ഉണ്ടായിരിക്കും അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടുള്ളത് സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചു? പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ പല 3 ഘട്ടങ്ങൾ പഠിച്ചു, 2 ഘട്ടങ്ങൾ പഠിച്ചു. ഇതൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷനുണ്ട്, ട്രാൻസ്ലേഷനുണ്ട്. DNAയിൽ നിന്നും mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. mRNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ DNA ടു mRNA ട്രാൻസ്ക്രിപ്ഷൻ, mRNA ടു പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നു. ഈ DNA ടു mRNA ഉണ്ടാകുമ്പോൾ അത് കോശങ്ങളിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. കാരണം DNA കോശത്തിലാണല്ലോ ഉള്ളത് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക് കോശത്തിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും? നിർദ്ദേശങ്ങളൊക്കെ mRNA ഉണ്ടാവും. ദെൻ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നേരെ അവർ എവിടേക്ക് വരും? റൈബോസോമിലേക്ക് വരും. അവിടെ നിന്ന് നമ്മുടെ മെസ്സഞ്ചർ RNA നിർദ്ദേശം അനുസരിച്ച് ട്രാൻസ്ഫർ RNA അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് ഒരു മാലമണി കോർക്കുന്ന പോലെ കോർത്ത് ആരുണ്ടാവുന്നുണ്ട്? നമ്മുടെ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് ഇത് റൈബോസോമൽ RNA എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമ്മളിപ്പോൾ ഇത്രയും പാർട്ട് 1 പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നായി ഒന്ന് ക്ലാസ് കേൾക്കുക, ഒന്ന് SCERT വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിയും. നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ജനിതകശാസ്ത്രത്തിൻ്റെ ഉത്ഭവം, മെൻ്റലിൻ്റെ കോൺസെപ്റ്റ്സ്, ഡൈഹൈബ്രിഡ്, മോണോഹൈബ്രിഡ് ക്രോസ് ഒക്കെ ഉണ്ട് SCERT ബേസിൽ കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാതും നമ്മളിങ്ങനെ പറഞ്ഞു പോകും. ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് അടിച്ച് കേൾക്കാം. അത്യാവശ്യം സ്ലോയിലൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ സ്പീഡ് കുറച്ചോളാം. ഇനി കുറവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, സ്പീഡ് കൂട്ടിക്കോളാം. അപ്പോൾ എന്തായാലും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്